ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതിലൊരു തുള്ളി പോലും ഓയിൽ ഈ ഒരു കേക്കിൽ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ പോലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ 4 മുട്ടൻ്റെ കേക്കിൻ്റെ മോൾഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് നമ്മളത് ഗ്രീസ് ചെയ്തെടുക്കണം. അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു ബട്ടർ പേപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ 1 കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളുപ്പിട്ടതിന് ശേഷം അത് 3 തവണ അരിച്ചെടുക്കണം. എൻ്റെ അടുത്ത് ക്ലിപ്പ് മിസ്സായി പോയി. അടുത്തതാണ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനാണുള്ളത്. സോ നമ്മൾ 4 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം അതിൽ വീഴാതെ നിങ്ങൾ നോക്കണം. കാരണം നമ്മൾ അതിൽ വെള്ളം ആയി കഴിഞ്ഞാൽ അത് ഈ ഒരു കേക്ക് പൊങ്ങാതിരിക്കുക എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് ആ ഒരു കേക്ക് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിലവർ പറയുന്നൊരു ഇഷ്യൂ ആണ് ഞങ്ങളുടെ മുട്ട ബീറ്റ് ചെയ്ത് പൊങ്ങി വരുന്നില്ല എന്നുള്ള ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ബീറ്ററിൻ്റെ സ്പീഡൊക്കെ നോക്കുമ്പോൾ ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം ചെറുതായിട്ട് ഇങ്ങനെ ചിരിച്ച് വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് പതിഞ്ഞ് വരും. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് ഉണ്ടാകുമ്പം അത് പെട്ടെന്ന് പതിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ച് പൊങ്ങി വന്നതിന് ശേഷം പൊടിച്ച് വെച്ചുള്ള പഞ്ചസാര നമ്മൾ അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് ചേർത്ത് ഇളക്കണം. ഈ രീതിയിൽ പൊങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബീറ്റർ ഓഫ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മൈദപ്പൊടി നമ്മൾ 3 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു കാണുന്ന രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകെ ഇങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് സുർക്ക പാർന്നതിന് ശേഷമാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കുത്തി ഇളക്കരുത്. അതിനുശേഷം നമുക്കിതിന് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം, അപ്പോൾ ഞാനിത് സാധാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഇത് ചെയ്യാനായിട്ട് വെക്കുന്നത്. സോ നമ്മൾ താഴെ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ മോൾഡ് കേട് വരാതെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 10 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെക്കുക. അങ്ങനെ ചൂടാക്കാനായിട്ട് വെക്കുന്ന സമയം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമ്മുടെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അങ്ങനെ നമ്മളത് ഹീറ്റ് ആയിട്ടുള്ള ആ ഒരു പാനിലേക്ക് അതിന് വെച്ചതിന് ശേഷം ആവി പോകാത്ത തരത്തിലുള്ള മൂടി വെച്ച് ഒരു വെയിറ്റ് അതിന് മുകളിലേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ആണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 30 മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്ന് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.